റിബൻ, ഇപ്പോൾ ആർ സുഗതന്റെ കാപ്പ കേസ് പ്രതി ആർ സുഗതന്റെ അവധി അപേക്ഷ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. അവിടെ വലിയ രീതിയിൽ LDFും UDFും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്താണ് നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? നാടകീയമായ രംഗങ്ങളാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും തലസ്ഥാന നഗരസഭയിൽ ഉണ്ടായത്. രണ്ടാമത്തെ അജണ്ടയായിട്ടാണ് വാഴോട്ടുകുണം കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ മേയർ വായിച്ചത്. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ LDFും UDFും ഒരുപോലെ പ്രതിഷേധം രേഖപ്പെടുത്തി. LDF അംഗങ്ങൾ മേയറുടെ ചേംബറിന് മുന്നിലേക്ക് എത്തി മുദ്രാവാക്യം വിളിച്ച് ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ഈ അവധി അപേക്ഷ ഏകപക്ഷീയമായി മേയർ VV രാജേഷ് വായിക്കുന്നു. തുടർന്ന് ശബ്ദ വോട്ടോടുകൂടി 51 കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി അവധി അപേക്ഷ പാസ്സായി എന്ന് VV രാജേഷ് മേയർ അറിയിക്കുന്നു. തുടർന്ന് ഇത് ഏത് മുനിസിപ്പൽ ചട്ടത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ അവധി അപേക്ഷ സമർപ്പിക്കപ്പെട്ടത്, കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ ചർച്ചയ്ക്കെടുക്കാതെ എങ്ങനെയാണ് അവധി അംഗീകരിച്ചത് എന്ന കാര്യം LDF കൗൺസിലർമാർ ഉന്നയിക്കുന്നു. തുടർന്ന് വലിയ തരത്തിൽ കൗൺസിൽ യോഗത്തിൽ ബഹളമായി. മറ്റ് അജണ്ടകളിലേക്ക് ഈ സമയം VV രാജേഷ് കടന്നു. അപ്പോഴേക്കും വലിയ തടസ്സവാദങ്ങളുമായി LDFും UDF അംഗങ്ങൾ സ്വന്തം സീറ്റുകളിൽ എണീറ്റിരുന്ന് പ്ലക്കാർഡുകൾ ഉയർത്തി ഭരണസമിതി ജനങ്ങളോട് നീതി പാലിക്കുക, കാപ്പാക്കസ് പ്രതിയെ അയോഗ്യനാക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് അവർ പ്രതിഷേധിച്ചത്. പക്ഷേ LDF അംഗങ്ങൾ മേയറുടെ ഡയസിന് മുന്നിലേക്കെത്തി ചേംബറിന് മുന്നിൽ ശക്തമായി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതിനിടയിലാണ് മേയർ VV രാജേഷ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി ഒരു കത്ത് വായിച്ചത്. അത് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറാണ്. ഈ പറയുന്ന സുഗതൻ, കാപ്പ കേസ് പ്രതിയായിട്ടുള്ള വാഴവട്ടുകോടം കൗൺസിൽ സുഗതൻ നഗരസഭയിൽ ഈ പറയുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവധി അപേക്ഷ നൽകിയിരുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് സുഗതന് നൽകിയ മറുപടി എന്ന് പറയുന്നത് കൗൺസിൽ യോഗത്തിൻ്റെ ഭൂരിപക്ഷ തീരുമാനമുണ്ടായാൽ അദ്ദേഹത്തിന് അവധി അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്, അവധി അനുവദിക്കാം. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൗൺസിൽ യോഗത്തിൻ്റെ ഭൂരിപക്ഷമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന ആഭ്യന്തര വകുപ്പ് സുഗതന് മറുപടി നൽകി എന്ന ഒരു സർക്കുലർ ഉയർത്തിയാണ് മേയർ പ്രതിരോധിച്ചത്. ഇത് കോൺഗ്രസിനെ പൂർണ്ണമായി വെട്ടിലാക്കുന്നതാണ്. ഇക്കാര്യങ്ങളിൽ കോൺഗ്രസ് പരസ്യമായി നഗരസഭയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും എന്നാൽ ആഭ്യന്തര വകുപ്പ് തന്നെ സുഗതന് അനുകൂലമായി സർക്കുലർ പുറത്തിറക്കി എന്ന തരത്തിൽ VV രാജേഷ് തന്നെ ഈ നഗരസഭയിൽ വായിച്ചു എന്നതാണ്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ രേഖകൾ മേയർ തന്നെ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അത്തരത്തിൽ ഔദ്യോഗികമായി ആഭ്യന്തര വകുപ്പ് അങ്ങനെ സുഗതന് അനുകൂലമായി ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുന്നൊരു വാർത്തയാണ്. ഈ മേയർ ഉയർത്തിക്കാട്ടിയത് ഇങ്ങനൊരു സർക്കുലറാണ്. ആ സർക്കുലർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ്. ശബ്ദ ബഹളത്തിനിടയിൽ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ കൗൺസിൽ യോഗം പിരിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച് മേയർ നഗരസഭ കൗൺസിൽ ഹാളിൽ നിന്ന് പോവുകയായിരുന്നു. ഭരണപക്ഷ അംഗങ്ങൾ ഇവിടെ നിന്ന് പോയി. ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രംഗങ്ങളാണ്. UDF അംഗങ്ങളും കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നേരെ അധിക നാളുകളായി ഏറെ ശ്രദ്ധേയമായ നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷിയായ ഒരു നഗരസഭാ കൗൺസിൽ യോഗമാണ് ഇപ്പോൾ നടന്നത്. കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള, ഇപ്പോൾ തടവിൽ കഴിയുന്ന, കരുതൽ തടങ്കിൽ കഴിയുന്ന ഒരു പ്രതിക്ക് വേണ്ടി തലസ്ഥാന നഗരസഭയിലെ ഇത്രയും മണിക്കൂറുകൾ ജനങ്ങളുടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്തെ എന്തിന് കളയുന്നു എന്നതാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് LDF ഉന്നയിക്കുന്ന വിഷയങ്ങൾ. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാകുന്നില്ല. മുനിസിപ്പൽ ആക്ടും മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് എങ്ങനെയാണ് കാപ്പ കേസ് പ്രതിക്ക് ഇങ്ങനെ അവധി അപേക്ഷ അംഗീകരിച്ച് കൗൺസിൽ യോഗത്തെ നൽകാൻ കഴിയുക എന്നതാണ് LDF കൗൺസിലർമാർ ചോദിക്കുന്ന ചോദ്യം. പക്ഷേ മേയർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി എന്ന് പറയുന്ന ഒരു സർക്കുലർ ചൂണ്ടിക്കാട്ടിയാണ്. അങ്ങനെ ഒരു സർക്കുലർ നിലവിലുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇത് കോൺഗ്രസിനെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്നതാണ്. ആ സർക്കുലറിൻ്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളും മറുപടി പറയേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി ഇത്രയും വലിയ നാടകീയമായ രംഗങ്ങൾ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗം മുതൽ തുടർച്ചയായി മാസങ്ങളായി തലസ്ഥാനത്തെ ഭരണസമ്പന്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇക്കാര്യങ്ങളിൽ ഒരു കാപ്പ കേസ് പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മേയർ തന്നെ മുൻകൈയെടുക്കുന്നു എന്ന തരത്തിലുള്ള ശക്തമായ ആരോപണമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ LDFിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപകിൻ്റെ നേതൃത്വത്തിൽ ഈ കൗൺസിൽ ഹാളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് LDF അംഗങ്ങൾ ഉയർത്തുന്നത്. 51 അംഗങ്ങളുടെ പിന്തുണ ഈ കാര്യത്തിൽ BJPക്ക് അനുകൂലമായി വന്നു എന്നതാണ് VV രാജേഷ് പറയുന്നത്. ഇക്കാര്യത്തിൽ പൗണ്ട് കടവിലെ കൗൺസിലറായിട്ടുള്ള UDFിൻ്റെ പിന്തുണയുള്ള കൗൺസിലർ കൂടി ഇതിൽ ഭരണപക്ഷത്തിന് അനുകൂലമായി നിന്നു എന്ന അവകാശവാദവും VV രാജേഷ് പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് ഇനി കോൺഗ്രസ് ആണ് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടത്.
അതായത് നൃപൻ, ഈ സുഗതൻ തുടർച്ചയായി പങ്കെടുക്കാത്ത മൂന്നാമത്തെ കൗൺസിൽ യോഗം കൂടിയാണ് ഇന്ന് ചേർന്നത്. അങ്ങനെയാണെങ്കിൽ സുഗതൻ അയോഗ്യനാകേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ മേയർ വ്യക്തമാക്കിയിട്ടുള്ളത് സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരമാണ് ഇപ്പോൾ സുഗതന് അവധി അപേക്ഷ നൽകിയതെന്നാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുന്നത്. തീർച്ചയായും അവന്തിക, വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണം അത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി കൗൺസിൽ യോഗത്തിൽ നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങളും ബഹളവും ഉണ്ടാകുന്നു. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതിയെ സംരക്ഷിക്കാനുള്ള സമീപനത്തിലേക്ക് വി രാജേഷും ഭരണപക്ഷവും പോകുന്നു. എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അയോഗ്യരാക്കുന്ന നടപടികളിലേക്ക് നഗരസഭ മേയറും ഭരണ നേതൃത്വവും പോകുന്നില്ല എന്ന ന്യായമായ ചോദ്യമാണ് സ്ഥിരമായി LDF അംഗങ്ങൾ ചോദിക്കുന്നത്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും ഉണ്ടായ പ്രശ്നം അത് തന്നെയാണ്. ഈ കാപ്പ കേസിൽ കരുതൽ തടങ്കലിൽ കഴിയുന്ന ഒരു പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണസ്തംഭനത്തിലേക്ക് തലസ്ഥാന നഗരസഭ പോകുന്നു എന്ന തരത്തിലുള്ള ആരോപണം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ മേയർ വി രാജേഷ് വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഒരു സർക്കുലറാണ്. ആ സർക്കുലറിൽ ഈ പറയുന്ന ഒരു അവധിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകാമെന്നും അത് കൗൺസിൽ യോഗത്തിൻ്റെ ഭൂരിപക്ഷം അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് നടപ്പിൽ വരുമെന്ന തരത്തിൽ ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ നൽകിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് സംബന്ധിച്ച് ഇനി വ്യക്തമാക്കേണ്ടത് ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടത് ഇപ്പോൾ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ആയിട്ടുള്ള SP ദീപക് അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്, RP ശിവജിയുണ്ട്, ഒപ്പം തന്നെ വഞ്ചിയൂർ ബാബു അടക്കമുള്ള LDF നേതാക്കൾ ഇവിടെ തന്നെയുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അവരുടെ അഭിപ്രായം തന്നെ നമുക്ക് തേടേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായത്. LDF ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇത് പാസ്സായി എന്ന് മേയർ പ്രഖ്യാപിച്ച ശേഷമാണ് കൗൺസിൽ യോഗത്തിൽ നിന്ന് മടങ്ങിയത്. അത് സംബന്ധിച്ച് ഈ SP ദീപക് അടക്കമുള്ള നേതാക്കൾ അല്പനിമിഷങ്ങൾക്കകം നമ്മളോട് സംസാരിക്കും. അവർ ഈ കൗൺസിൽ ഹാളായതുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം സംസാരിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മേയറുടെ ചേംബറിന് മുന്നിൽ വന്ന് അവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇക്കാര്യങ്ങളിൽ ഈ പറയുന്ന മുനിസിപ്പൽ ചട്ടത്തിൽ എവിടെയാണ് ഇങ്ങനെ അനധികൃതമായി ഇത്തരത്തിൽ ഒരു അവധി അപേക്ഷ അംഗീകരിച്ച് നൽകാനാകുക എന്ന ചോദ്യമാണ് LDF കൗൺസിലർമാർ ചോദിച്ചത്. ന്യായമായും ഇത് സംബന്ധിച്ച് വി രാജേഷ് അടക്കമുള്ള മേയർ അടക്കമുള്ള നേതാക്കൾ മറുപടി പറയേണ്ടതാണ്. കാരണം മുനിസിപ്പൽ ചട്ടമനുസരിച്ച് ഇങ്ങനെ കാപ്പ കേസ് പ്രതിക്ക് എങ്ങനെയാണ് അവധി അപേക്ഷ അനുവദിച്ച് നൽകാനാകുക എന്ന ചോദ്യമാണ് LDF അംഗങ്ങൾ ഉന്നയിക്കുന്നത്.